നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓ മഹാദേവീ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം അധ്യായം 4 69 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. പുത്രിയായ രേവതി അച്ഛനോട് തൻ്റെ വിവാഹം രേവതി നക്ഷത്രത്തിൽ തന്നെ നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇർദവാക്കെന്ന മുനി രേവതി നക്ഷത്രത്തെ ശപിച്ച് വീഴ്ത്തിയതുകൊണ്ട് ആ നക്ഷത്രത്തിൽ വിവാഹം നടത്താൻ ഒക്കുകയില്ല എന്ന് മുനി മകളോട് പറയുന്നു. അപ്പോൾ അച്ഛൻ ഇത്ര വലിയ തപസ്വിയല്ലേ, ആ രേവതി നക്ഷത്രത്തെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് അദ്ദേഹം പുത്രിയോട് പറയുന്നു. അങ്ങനെ പ്രമുജമുനി രേവതി നക്ഷത്രത്തെ പുനഃസ്ഥാപിച്ച് ആ ദിവസം തന്നെ മകളുടെ വിവാഹം ദുർദമ മഹാരാജാവുമായി നടത്തി കൊടുക്കുന്നു. എന്നിട്ട് രാജാവിനോട് അങ്ങേക്ക് എന്താണ് ആഗ്രഹമുള്ളത്, അത് ഞാൻ സാധിച്ചു തരാമെന്ന് പറയുമ്പോൾ രാജാവ് തനിക്ക് മന്വന്തരാധിപനായ ഒരു പുത്രനെ ലഭിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അദ്ദേഹം സ്വയംഭൂ മനുവിൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പുത്രനെ ലഭിച്ചാൽ കൊള്ളാമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ മുനി പറയുന്ന ഉത്തരമാണ് പ്രമുജമുനി പറയുന്നു. മുനിരുവാച. ശ്ലോകം 70. യദ്വേഷാ കാമനാതേസ്തി ദേവ്യാരാധനം കുരു ഭവിഷ്യത്യേവതേ പുത്രോ മനുർമന്വന്തരാധിപഃ. അങ്ങേക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ടെങ്കിൽ ദേവിയെ ആരാധിക്കൂ. മന്വന്തരാധിപനായ പുത്രൻ അങ്ങേക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ശ്ലോകം 71. ദേവീ ഭാഗവതം നാമ പുരാണം യത്തു പഞ്ചമം പഞ്ചകൃത്വസ്തു തച്ഛുത്വാ ലപ്സ്യസ്യേ അഭിമതം സുതം. ദേവി ഭാഗവതം എന്ന പുരാണം 5ാമത്തെ വേദമാണ്. അത് 5 ദിവസം കേട്ടാൽ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള പുത്രനെ തന്നെ ലഭിക്കും. ശ്ലോകം 72. രേവത്യാരൈവതോ നാമ പഞ്ചമോ ഭവിതാ മനുഃ വേദവിച്ഛാസ്തത്വജ്ഞോ ധർമാവാനപരാജിതഃ. രേവതിയിൽ ജനിക്കുന്ന രൈവതൻ 5ാമത്തെ മനുവായി ഭവിക്കും. അവൻ വേദജ്ഞനും ശാസ്ത്രതത്വങ്ങൾ ഗ്രഹിച്ചവനും ധർമ്മിഷ്ഠനും അപരാജിതനും ആയിരിക്കും. ശ്ലോകം 73. ഇത്യുക്തോ മുനിനാ രാജ പ്രണമ്യമുദിതോ മുനിം ഭാര്യയാ സഹ മേധാവി ജഗാമനഗരം നിജം. മുനി ഇപ്രകാരം പറഞ്ഞത് കേട്ട് ബുദ്ധിമാനായ രാജാവ് അദ്ദേഹത്തെ നമസ്കരിച്ച ശേഷം ഭാര്യയോടുകൂടി സന്തോഷം തൻ്റെ നഗരത്തിലേക്ക് പോയി. ശ്ലോകം 74. പിതൃപൈതാമഹം രാജ്യം ചകാരസമഹീപതിഃ പാലയാമാസ ധർമാത്മാ പ്രജാപുത്രാനിവൗരസാൻ. മഹാമതിയും ധർമാത്മാവുമായ അദ്ദേഹം പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ കരുതി പിതൃപിതാമഹാദത്തമായ രാജ്യം വാഴുകയും ചെയ്തു. ശ്ലോകം 75.
ഏകദാ ലോമശോ നാമ മഹാത്മാ മുനിരാഗതഃ പ്രണിപത്യതമഭ്യർച്ഛ പ്രാഞ്ജലിച്ഛബ്രവൈ നൃപഃ. ഒരിക്കൽ മഹാരാജാവായ ലോമേശൻ എന്ന മഹർഷി അവിടെ വന്ന് അദ്ദേഹത്തെ നമസ്കരിച്ച് പൂജിച്ച ശേഷം രാജാവ് കൈകൂപ്പി തൊഴുതുകൊണ്ട് ചോദിച്ചു. രാജോവാച. ശ്ലോകം 76. ഭഗവംസ്ത്വത്പ്രസാദേന ശ്രോതുമിച്ഛാമി ഭോ മുനെ ദേവീ ഭാഗവതം നാമ പുരാണം പുത്രലീപ്സയാ. ഭഗവൻ, അങ്ങയുടെ കാരുണ്യത്താൽ ഞാൻ പുത്രനെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ദേവി ഭാഗവതം എന്ന പുരാണം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ശ്ലോകം 77. ശ്രുത്വാ വാചം പ്രജാഭർത്തു പ്രീതപ്രോവാച ലോമശഃ ധന്യോസി രാജംസ്തേ ഭക്തിർ ജാതാ ത്രൈലോക്യമാതരീ. രാജാവ് പറഞ്ഞത് കേട്ട് സന്തോഷിച്ച ലോമശൻ പറഞ്ഞു, രാജാവേ, അങ്ങ് ധന്യൻ തന്നെ. അങ്ങേക്ക് ത്രൈലോക്യ മാതാവായ ഭഗവതിയിൽ ഭക്തിയുണ്ടായല്ലോ. ശ്ലോകം 78. സുരാസുരനരാരാധ്യ യാ പരാ ജഗദംബിക തസ്യാം ചേത് ഭക്തിരുത്പന്ന കാര്യസിദ്ധിർഭവിഷ്യതി. ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ സമാരാധ്യയാണ് പരാശക്തിയായ ജഗദംബിക. ആ ദേവിയിൽ ഭക്തിയുണ്ടായാൽ കാര്യസിദ്ധിയും ഉണ്ടാകും. 29. അധസ്ത്വാം ശ്രാവയിഷ്യാമി ശ്രീമദ്ഭാഗവതം നൃപഃ യസ്യ ശ്രവണമാത്രേണ ന കിഞ്ചിദപി ദുർലഭം. അതുകൊണ്ട് രാജാവേ, അങ്ങയെ ഞാൻ ശ്രീമദ് ഭാഗവതം കേൾപ്പിക്കാം. അത് കേട്ട് കഴിഞ്ഞാൽ ദുർലഭമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ശ്ലോകം 80. ഇത്യുക്ത്വാ സുദിനേ ബ്രഹ്മൻ കഥാരംഭമഥാകരോത് പഞ്ചകൃത്വ സശുശ്രൂവ വിധിവത് ഭാര്യയാ സഹഃ. ബ്രഹ്മജ്ഞ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സുദിനത്തിൽ ലോമശൻ ഭാഗവത കഥ വിസ്തരിക്കാൻ ആരംഭിച്ചു. രാജാവ് ഭാര്യയോടൊപ്പം 5 ദിവസം വിധിയാവണ്ണം അത് ശ്രവിച്ചു. 80 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.